ചെമ്പനി ബോയ് സീരിയലിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ അവസാനിപ്പിച്ചത് രേവതി ശയനപ്രദക്ഷിണം ചെയ്യുന്നത് വരെയായിരുന്നു. ആ എപ്പിസോഡിൻ്റെ റിവ്യൂ കേൾക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഐക്കാട്ടിലും പിൻ കമൻ്റായിട്ടും കൊടുത്തേക്കാട്ടോ, ഒന്ന് കേട്ടു നോക്കണേ. ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. ഐസിയുവിൻ്റെ മുമ്പിൽ എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് മാമൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, രവീന്ദ്രനാണോടോ ഇങ്ങനെ സംഭവിച്ചത്? അവൻ നല്ലപോലെ ഇരുന്നതല്ലേ? എപ്പോഴും എല്ലാവരും നല്ലപോലെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാ. അതെ മാമ, അച്ഛന് ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാലേ നല്ലപോലെ ഇരിക്കൂ എന്നുള്ള കാര്യമാണ് ഡോക്ടർ പറഞ്ഞത്. എത്ര രൂപ വേണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ 4 ലക്ഷം രൂപ വേണം. ഓ, അത്രയൊക്കെ ആവോ? ഇപ്പോൾ എൻ്റെ കയ്യിൽ പണം ഇല്ലടാ. എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അറിയില്ല മാമ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അപ്പോഴാണ് കേട്ടോ സിസ്റ്റർ എമർജൻസി ആയിട്ട് ഡോക്ടറെ വിളിച്ചിട്ട് അവിടുന്ന് പോകുന്നത് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്തോ ഒരു പെശക് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഡോക്ടറുടെ കൂടെ തന്നെ ഇവരും കയറി ചെല്ലുന്നുണ്ട്. ഡോക്ടർ പൾസ് നല്ല ലോ ആണ്. അയ്യോ, അച്ഛൻ എന്ത് പറ്റി ഡോക്ടർ എന്നുള്ള കാര്യമൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. അതുപോലെ ചന്ദ്രമതി എല്ലാവരും എന്ത് പറ്റി എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുവാണ്. രവീന്ദ്രനാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ശ്വാസം ഇങ്ങനെ വലിക്കുന്നു. അങ്ങനെ ഡോക്ടർ തൽക്കാലം സ്റ്റേബിൾ ആക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഇപ്പം സ്റ്റേബിൾ ആയിട്ടുണ്ട്. എത്രയും വേഗം തന്നെ ആൻജിയോ ചെയ്യുന്നതാണ് നല്ലത്. ഇന്ന് സീനിയർ ഡോക്ടർ ഈവനിങ്ങിന്റെ ഫ്ലൈറ്റിന് പോകും. അതിനു മുമ്പ് തന്നെ നിങ്ങൾ ക്യാഷ് റെഡിയാക്കിയിട്ട് വേണ്ട അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യണം. ഇനിയും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ജീവന് തന്നെ അത് ആപത്താണ്. നിങ്ങൾ പണം കെട്ടിയോ? സർ, അതിനാണ് ട്രൈ ചെയ്യുന്നതെന്ന് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ നോക്കണം. ചീഫ് ഡോക്ടർ ഇന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 4 ഡേയ്സ് കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ. എത്രയും വേഗം തന്നെ പണം കെട്ടാൻ വേണ്ടി പറഞ്ഞിട്ട് ഡോക്ടർ അവിടുന്ന് പോവാണേ. തുടർന്ന് എല്ലാവരും പുറത്തേക്ക് വരികയാണ് കേട്ടോ. അത് കഴിഞ്ഞ് മാമൻച് പറയുന്നുണ്ട്, ഡോക്ടറുടെ സംസാരം കേട്ടിട്ട് നല്ല സീരിയസ് ആണെന്നാണല്ലോ തോന്നുന്നത്. എങ്ങനെയാണ് നമ്മളിപ്പോൾ പണം കെട്ടുക? എനിക്കറിയില്ല മാമ, എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല. തുടർന്ന് സച്ചി സുധീൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിന്റെ കയ്യിൽ പണം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം. ഇല്ലടാ, ഇപ്പോഴല്ലേ ആദ്യത്തെ സാലറി വന്നത്. തുടർന്ന് സച്ചി നേരെ ശ്രുതിക്ക് അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇല്ല, എൻ്റെ കയ്യിലും ക്യാഷ് ഇല്ല. പാർലറിലെ കുറച്ച് ആവശ്യത്തിന് വേണ്ടിയിട്ട് ക്യാഷ് എല്ലാം ചെലവായി പോയി. ഇവരുടെ സംസാരമൊക്കെ കേട്ടിട്ട് മാമൻ പറയുന്നുണ്ട് കേട്ടോ, ആവശ്യമുള്ളവരെ തേടിപ്പോയിട്ട് സഹായിക്കുന്ന ആളാണ് രവീന്ദ്രൻ. എന്നാൽ ഇപ്പോൾ അവർക്കൊരാവശ്യം വന്നപ്പോൾ ആരും ഇല്ലാണ്ടായി. തുടർന്ന് ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? എങ്ങനെയെങ്കിലും പണം അറേഞ്ച് ചെയ്യണം. അവരെ രക്ഷിച്ചല്ലേ പറ്റുള്ളൂ. ഓപ്പറേഷൻ പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നല്ലേ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഭയങ്കര കരച്ചിലാണ്. തുടർന്ന് മാമൻ പറയുന്നുണ്ട്, ഞാൻ കുറച്ച് പേരെടുത്തൊന്ന് പോയി ചോദിക്കട്ടെ, നിനക്കും അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെടുത്തും ചോദിക്കുക എന്നുള്ള കാര്യം പറഞ്ഞിട്ട് മാമൻ അവിടുന്ന് പോവാണ്. അങ്ങനെ സച്ചി ഫോണിൽ ആരൊക്കെയോ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ശ്രുതി സുധീൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഓഫീസിൽ നിന്ന് ലോൺ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇല്ല എന്ന് പറയുമ്പോൾ അതെന്താന്ന് ചോദിക്കുകയാണേ. അല്ല, ലോണിനൊക്കെ അപ്ലൈ ചെയ്തിട്ട് കിട്ടുമ്പോഴേക്കും സമയം എടുക്കില്ലേ? തുടർന്ന് ചന്ദ്രമതി സുധീൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ നിന്റെ അച്ഛനെ വിളിച്ചിട്ടൊന്ന് ചോദിച്ചു നോക്ക്. അവര് വിചാരിച്ചു കഴിഞ്ഞാൽ പണം തരാൻ വേണ്ടി പറ്റുമല്ലോ. ഇല്ല ആൻറ്റി, അച്ഛനോട് ഇപ്പോൾ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഇപ്പോൾ ദേഷ്യം കുറിച്ചൊന്നും ചിന്തിക്കല്ലേ മോളെ, നിന്റെ അങ്കിളിന്റെ ജീവൻ രക്ഷിക്കണ്ടേ, ഒന്ന് ചോദിച്ചു നോക്കുമോളെ എന്ന് പറയുമ്പോൾ, ഇല്ല ആൻറ്റി, ഞാൻ ഡോക്ടർ പറഞ്ഞപ്പോൾ തന്നെ അച്ഛനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അവരുടെ ഫോണ് റീച്ചബിൾ അല്ല. അവരിപ്പോൾ മലേഷ്യയിലില്ല. അവിടെ ഇല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഇല്ല, അവർക്ക് ശരീരത്തിന് സുഖമില്ലാത്തത് കൊണ്ട് എന്തോ മെഡിറ്റേഷൻ ക്യാമ്പിന് വേണ്ടി പോയിരിക്കുകയാണ്. 2-3 കൺട്രീസിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏത് കൺട്രിയിലുള്ളതെന്നുള്ള കാര്യം എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ സച്ചി ഫോണിൽ ഇങ്ങനെ ആരുടെടുത്തോ സംസാരിക്കുമ്പോൾ കള്ളം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് ശ്രുതി പറയുന്നതിനല്ല, പക്ഷെ ശ്രുതിക്ക് ശരിക്കും കൊള്ളുന്ന രീതിയിലാണ് കേട്ടോ അങ്ങനെ സംസാരം വരുന്നത്. കള്ളമാണ്, അവൻ പറയുന്നത് കള്ളമാണ്, അവൻ്റെ കയ്യിൽ പണം ഉണ്ടാവുന്നൊക്കെ സച്ചി പറയുകയാണേ. അപ്പോൾ ശ്രുതി ഇങ്ങനെ സച്ചിയെ നോക്കുന്നുണ്ട് ആകെ ടെൻഷനോട് കൂടിയിട്ട്. തുടർന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ വലിയ പോസ്റ്റിലിരിക്കുന്ന ആളല്ലേ, അപ്പോൾ തൊട്ട് താഴെ ഇരിക്കുന്ന അവർക്കൊക്കെ എന്തെങ്കിലും ചെയ്തു തരാൻ വേണ്ടി പറ്റില്ലേ? ഇല്ല ആൻറ്റി, അവിടെ അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. എൻ്റെ അച്ഛൻ്റെ കൺഫർമേഷൻ ഇല്ലാതെ അവിടുന്ന് പണമൊന്നും അയക്കാൻ വേണ്ടി പറ്റില്ല ആൻറ്റി. അതേസമയം സച്ചി ഫോണിൽ പറയുന്നുണ്ട്, ഫ്രോഡ്, ശരിയായ ഫ്രോഡ്. അവൻ ചുമ്മാ കളിപ്പിക്കുകയാണ്. അവൻ നാട്ടിൽ തന്നെ ഉണ്ട്, പണം കൊടുക്കരുതെന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ശരി, അത് വിട്, നീ വേറെ ആരുടെടുത്തേക്ക് കേട്ടിട്ട് പറ. ശരി, അത് വിട്, നീ വേറെ ആരുടെടുത്തേക്ക് ചോദിച്ചിട്ട് പറ എന്നൊക്കെ പറയണം കേട്ടോ ഫോണിൽ സച്ചി. അങ്ങനെ സച്ചിയുടെ സംസാരം ശ്രുതി പറയുന്നതും കൂടി ഇങ്ങനെ ഒരു ലിങ്കായിട്ട് നോക്കുമ്പോൾ ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം സച്ചി പുറത്ത് പറയുന്നത് പോലെയാണ് കേട്ടോ നമുക്ക് കേൾക്കുമ്പോൾ തോന്നുക. അത് കഴിഞ്ഞ് ചന്ദ്രമതി ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, നിന്റെ അച്ഛൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയായില്ലേ? ദൈവമേ, ഇനി പണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എവിടെ പോകും? തുടർന്ന് ശ്രുതി സുധീൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും സാലറി അഡ്വാൻസ് ഒക്കെ മേടിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം. അപ്പോഴേക്കും ചന്ദ്രമതി എന്നുള്ള രീതിയിൽ നിൽക്കുവാണ്.
അതെങ്ങനെ പറ്റും? 4 ലക്ഷം രൂപയൊക്കെ ആരെങ്കിലും അഡ്വാൻസ് തരുമോ? പിന്നെ സാലറിയുടെ ബാലൻസ് എൻ്റെ കയ്യിൽ കുറച്ച് 10-20,000 രൂപയുണ്ട്, അതേ ഉള്ളൂ. വേണമെങ്കിൽ അത് തരാം, വേറെ എൻ്റെ കയ്യിലൊന്നുമില്ല. മോളെ, നിന്റെ പാർലർ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം ശ്രുതിയോട് ചോദിക്കുമ്പോൾ, ആ പാർലർ ഞാൻ റെന്റിനാണ് എടുത്തിരിക്കുന്നത്, ആ ബ്രാൻഡ് മാത്രമേ എൻ്റെ പേരിലുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ബ്രാൻഡ് നമുക്ക് വേറെ ഏതെങ്കിലും ബ്രാൻഡിനകത്ത് മേർജ് ചെയ്തിട്ട് പണം മേടിച്ചിടുമെന്ന് ചോദിക്കുകയാണേ ശ്രുതി. ഏയ് ഇല്ല, അതൊന്നും അത്ര പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അതൊക്കെ ടൈം എടുക്കും. എനിക്ക് മറ്റൊരു കാര്യം തോന്നുന്നത്, എന്താ മോളെ പറ എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുമ്പോൾ, നമ്മുടെ വീടിന്റെ ആധാരം ഇല്ലേ, അങ്ങനെ ആധാരത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ സച്ചിയും വരുന്നുണ്ട്. എന്നിട്ട് ആധാരം എന്ന് ചോദിക്കുമ്പോൾ, അതേടാ, നമുക്ക് ആധാരം പണയം വെക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും 4 ലക്ഷം രൂപ കിട്ടും. ആടാ, നിന്റെ ഭാര്യയുടെ കയ്യിലല്ലേ ആ ആധാരം ഉള്ളത്? അതെ, ശരിയാണല്ലോ, ആ ആധാരം നിന്റെ ഭാര്യയുടെ കയ്യിലല്ലേ ഉള്ളതെന്ന് ചന്ദ്രമതി പറയുമ്പോൾ, അതെന്തായാലും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുകയാണേ. സച്ചി, നീ വേഗം ആ ആധാരം എടുത്ത് കൊണ്ടുപോയിട്ട് പണം മേടിച്ചിട്ട് വാ, വീട് വിറ്റാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും പണത്തെ കൊണ്ടുപോവാ, നിന്റെ അച്ഛനെ രക്ഷിക്കണോടാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി കരയുന്ന കാണുമ്പോൾ സച്ചിക്കും ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ സ്റ്റക്കായ പോലെ നിൽക്കാണ് കേട്ടോ. ചന്ദ്രമതി തന്നെയാണോ ഈ പറയുന്നതെന്നുള്ള രീതിയിൽ, എന്താടാ നിൽക്കുന്നത്, പോയിട്ട് വേഗം പണം മേടിച്ചിട്ട് വാടാ. ശരി, ഞാൻ പോയി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോവാണ്. തുടർന്ന് സച്ചി വീട്ടിലെത്തിയതിന് ശേഷമാണ് കേട്ടോ കാണിക്കുന്നത്. അവരുടെ റൂമിനകത്താണല്ലോ ആധാരം ഇരിക്കുന്നതെന്ന് കരുതിയിട്ട് ഫുള്ള് നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ കബോർഡിനകത്തും എവിടെ ആധാരം കാണുന്നില്ല. എന്നതിന് ശേഷം രേവതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ സച്ചി. രേവതി ആണെന്നുണ്ടെങ്കിൽ ശയനപ്രദർശനം ചെയ്തുകൊണ്ടിരിക്കില്ലേ, ഫോണൊന്നും കയ്യിലില്ലല്ലോ, അറിയുന്നില്ല കോള് വന്നത്. അങ്ങനെ മൊത്തം വീണ്ടും നോക്കുകയാണ് കേട്ടോ. ഓരോരോ കബോർഡും ഒക്കെ തുറന്ന് നോക്കുന്നുണ്ട്. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ, ഇനിയിപ്പോ എവിടെയാ വെച്ചത്, ആരെങ്കിലും എടുത്തോ? വീണ്ടും രേവതിയെ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ, പക്ഷെ കിട്ടുന്നില്ല. സച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴൊക്കെ രേവതിയെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ രേവതിയെ കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ സച്ചി ട്രൈ ചെയ്തുകൊണ്ട് ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ഹോസ്പിറ്റലിൽ ശ്രുതി ചോദിക്കുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത്, നീ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നോ അതോ നിനക്ക് ഞാൻ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് തരട്ടെ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. നിങ്ങൾ ആരും ഒന്നും കഴിക്കുന്നില്ലല്ലോ, പിന്നെ എനിക്കും വേണ്ട എന്ന് ശ്രുതി പറയുകയാണേ. അമ്മയ്ക്ക് എന്തെങ്കിലും മേടിക്കട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, വേണ്ടടാ, നിന്റെ അച്ഛൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് വരട്ടെ, അതുവരെ ഞാൻ പച്ചവെള്ളം പോലും കുടിക്കില്ല. അപ്പോഴേക്കും മാമൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. രവീന്ദ്രന് ഒന്നും സംഭവിക്കില്ല, ദേ സച്ചി പണം കൊണ്ടുവരാൻ വേണ്ടി പോയിട്ടില്ലേ, എല്ലാം നല്ലപടി നടക്കും. അപ്പോഴേക്കും സച്ചി തിരിച്ച് ഹോസ്പിറ്റലിൽ എത്താണ് കേട്ടോ. സച്ചിയെ കണ്ട ഉടനെ തന്നെ പണം അടച്ചോടാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, എവിടെ നിന്നെടുത്ത് അടയ്ക്കാനാ, എന്താണ് നീ പറയുന്നത്, നീ ആധാരം പണയം വെച്ചില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അതിന് ആധാരം കാണണ്ടേ, ആധാരം കാണുന്നില്ല എന്നുള്ള കാര്യം പറയാണേ. ആധാരം കാണുന്നില്ല, വീട് മുഴുവൻ ഞാൻ അരിച്ചു തപ്പി എന്നുള്ള കാര്യം പറയുമ്പോൾ, കാണുന്നില്ലെന്നോ, എന്താണ് നീ പറയുന്നത്, അപ്പോൾ ആധാരം എവിടെയാ, ദാ ഇവനോട് ചോദിച്ചു നോക്ക്, ഞാനെന്ന് പറയാനുണ്ടോ ശ്രുതി. അപ്പോഴേക്കും സച്ചി അരികിലേക്ക് ചെന്നിട്ട്, എവിടെയാണ് ആധാരം, നീ എന്നോട് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ അറിയാനാ, വീട്ടില് പ്രധാനപ്പെട്ട എന്ത് സാധനം കാണാണ്ടായാലും അതിന്റെ പിന്നിൽ നീ ആയിരിക്കും, പണത്തിന്റെ ആവശ്യത്തിന് എന്തെങ്കിലും നീ എടുത്തോ, സത്യം പറ, എവിടെ ആധാരം. എന്നിട്ട് ഷർട്ടിനെ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ. സച്ചി കൈ എടുക്കെന്ന് പറഞ്ഞിട്ട് കൈമാറ്റാണ് ശ്രുതി. നീ എന്താ വിചാരിക്കുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, എന്ത് വിചാരിക്കാനാ, നിന്റെ ഭർത്താവ് തന്നെയായിരിക്കും ആധാരം എടുത്ത് മാറ്റിയത്, നീ എന്താണ് ലൂസ് പോലെ സംസാരിക്കുന്നത്, അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അതന്നെ എനിക്കും അറിയാത്തത്, എനിക്കെങ്ങനെ അറിയാനാ, നിനക്കല്ലേ അറിയാ, മര്യാദയ്ക്ക് പറ, ആധാരം എവിടെ. ആധാരം അച്ഛൻ രേവതിയുടെ കയ്യിലല്ലേ കൊടുത്തത്. സച്ചി, അവളല്ലേ ലോക്കറിനകത്ത് വെച്ച് പൂട്ടിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഞാന് അതൊക്കെ അരിച്ചു നോക്കിയമ്മേ, അവിടെ ഇല്ല, ഇവൻ തന്നെ ആയിരിക്കും എടുത്തത്. എടാ എവിടെയാന്ന് വെച്ചാൽ പറയടാ, ആധാരം കിട്ടിയാൽ മാത്രമേ പണം കിട്ടുള്ളൂ, സത്യം പറയടാ, ആധാരം എവിടെ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് വീണ്ടും കേളറിനെ കീഴ് പിടിക്കുമ്പോഴേക്കും ശ്രുതി പിടിച്ച് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് തന്നെ പറയാണേ. അത് കഴിഞ്ഞ് സച്ചിയുടെ കൈ മാറ്റിയിട്ട് ശ്രുതി പറയുന്നുണ്ട്, സ്റ്റോപ്പ് ഇറ്റ് സച്ചി, എന്ത് സംഭവിച്ചാലും ഇവരുടെ മേലെ എന്തിനാ കയറുന്നത്, നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് ചോദിക്കുക, പാർലറിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ അന്ന് ആധാരം എടുത്തത്, എന്നിട്ട് തിരിച്ചെടുത്ത് തന്നിട്ട് അതുപോലെ തന്നെ വീണ്ടും എടുത്തു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ അങ്ങനത്തെ ആളല്ല, ആധാരം ഇരിക്കുന്നത് രേവതിയുടെ കയ്യിലല്ലേ, പിന്നെ അവളെടുത്ത് ചോദിക്കാതെ എന്തിനാ ഇവരടിക്കുന്നത്, നേരത്തെ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് അങ്കിളിന് വയ്യാണ്ട വന്നത്, ഇപ്പൊ വീണ്ടും അതുപോലെ തന്നെ ചെയ്യാണ്. തുടർന്ന് മാമൻ ചോദിക്കുന്നുണ്ട്, നീ രേവതിയുടെ അടുത്ത് ചോദിച്ചോ എന്നുള്ള കാര്യം, അവള് ഫോൺ തന്നെ എടുക്കുന്നില്ല, നീ അവളുടെ അടുത്ത് കൊടുത്തിരിക്കുന്ന ആധാരം അവളുടെ അടുത്ത് ചോദിക്കാതെ നീ എന്തിനാ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ടേ. അങ്ങനെ രണ്ടുപേരും പറഞ്ഞിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, ഒന്ന് രണ്ടുപേരും നിർത്തുവോ, ഉള്ളില് അയാള് ജീവൻ മരണ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും ഇവിടെ പുറത്തു നിന്നിട്ട് അടി ഉണ്ടാക്കുകയാണോ, നിങ്ങൾ അടിയും പിടിയൊക്കെ പിന്നെ ചെയ്തോ, പക്ഷെ ഇപ്പോ അവരെ രക്ഷിക്കണം. എടാ സച്ചി, നിന്റെ ഭാര്യയുടെ അടുത്ത് കൊടുത്തിരിക്കുന്ന ആധാരം വേറെ എവിടെ പോവാനാ, പോയിട്ട് അവളുടെ അടുത്ത് ചോദിക്കുക. തുടർന്ന് മാമൻ പറയുന്നുണ്ട്, ഇനി കുറച്ച് സമയം കൂടി ഉള്ളു മോനെ, എത്രയും വേഗം തന്നെ പണം കെട്ടണം, അതുകൊണ്ട് നീ നേരിട്ട് പോയിട്ട് രേവതിയുടെ അടുത്ത് ചോദിക്കുക,
അവൾക്കറിയാലോ എവിടെ വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം. അങ്ങനെ സച്ചി അവിടുന്ന് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ശ്രുതി ചന്ദ്രമതിക്ക് അരികിലേക്ക് ചെല്ലുന്ന സമയത്ത് പറയുന്നുണ്ട്, ആ പൂക്കെട്ടുന്നവൾ എവിടെയാണോ ആധാരം കൊണ്ടുവച്ചിരിക്കുന്നത്, വന്നപ്പോഴേ അവളെടുത്ത് ചോദിക്കണമായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ, അപ്പോൾ നമുക്ക് പണം വേണമെന്ന് അറിയില്ലായിരുന്നല്ലോ, ഇനിയിപ്പോൾ അവൾ കാരണം എന്തൊക്കെയാണോ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. തുടർന്ന് സച്ചി നേരെ രേവതിയുടെ വീട്ടിലേക്ക് ചെല്ലാണ് കേട്ടോ. രേവതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും അവിടെ ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് കാണാണ്. അങ്ങനെ അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ട് നേരെ അങ്ങനെ അവിടെ നിൽക്കുന്ന ഒരു ചേച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇവരിവിടെ ഇല്ലേ എന്നുള്ള കാര്യം. ലക്ഷ്മി രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയതാണ്. രേവതി കുറച്ച് മുമ്പ് അവിടുന്ന് പോയത്. വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൾ എന്തായാലും അമ്പലത്തിൽ കാണുമെന്ന് പറയാണ്. അങ്ങനെ നേരെ അമ്പലത്തിലേക്ക് ചെല്ലുകയാണ്. തുടർന്ന് അമ്പലത്തിൽ എത്തിയതിന് ശേഷമാണ് കാണിക്കുന്നത്. അവിടെയുള്ള അറിയുന്ന ഒരുവിധം പരിചയമുള്ള എല്ലാവരുടെ ചോദിക്കുന്നുണ്ട് രേവതിയെ കണ്ടോ എന്നുള്ള കാര്യം. ഇല്ല എന്ന് പറയുകയാണേ. അങ്ങനെ പൂക്കെട്ടുന്ന ആ കടേൻ്റെ അവിടെ ഒരു ചേച്ചിനെ കാണുന്ന സമയത്ത് രേവതിയെ കണ്ടോ എന്ന് ചോദിക്കുകയാണേ. ആ രേവതിയും കണ്ടു, കൂടെ ലക്ഷ്മി ഉണ്ടായിരുന്നു, പിന്നെ ദേവും അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയണേ. എന്നിട്ട് അവരെവിടെയെന്ന് ചോദിക്കുമ്പോൾ കുറച്ചു നേരം മുമ്പ് അവരൊരു ഓട്ടോയിൽ കയറി പോയി എന്ന് പറയണേ. എവിടെ പോയെന്നുള്ള കാര്യം അറിയുന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് അവര്. അങ്ങനെ രേവതിയെ കാണാത്ത വിഷമത്തിലാണ് കേട്ടോ സച്ചി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യം അറിയാത്ത ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിൻ്റെ രംഗം അവസാനിക്കുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ വേണ്ടി താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്